പാലാ നഗരസഭയിലെ തർക്കത്തിൽ ഡിവൈഎഫ്ഐയുടെ പേര് പറഞ്ഞ കോൺഗ്രസിന്റെ നാടകം. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് ബസ് സ്റ്റാൻഡ് മൈതാനം വിട്ടു നൽകിയതിന്റെ പേരിലായിരുന്നു ഭരണസമിതിയിലെ പുതിയ തർക്കം. മുൻപും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മേളനം നടത്താൻ ബസ് സ്റ്റാൻഡ് മൈതാനം വിട്ടു നൽകിയിട്ടുണ്ട്. ഈ മാസം 8 മുതൽ 11 വരെ തീയതികളിൽ പാലായിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം. സമാപന ദിവസം പൊതുസമ്മേളനത്തിനാണ് മുനിസിപ്പാലിറ്റിയുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വാടകയ്ക്കെടുത്തത്. സമ്മേളനത്തിന് ബസ് സ്റ്റാൻഡ് മൈതാനം വിട്ടു നൽകാൻ പാടില്ലെന്നായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാട്. ബസ് സ്റ്റാൻഡ് മൈതാനം പൊതുപരിപാടിക്ക് വിട്ടു നൽകുന്നത് ഇതാദ്യമല്ലെന്ന് CPIM പറയുന്നു. പാലാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘാടക സമിതി മുനിസിപ്പൽ അധികാരികൾക്ക് കത്ത് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലൊരു അനാവശ്യമായൊരു വിഷയം ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം വിവിധ സമ്മേളനങ്ങൾക്കും വിവിധ പരിപാടികൾക്കുമായി പാലായിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നൽകാറുള്ളതാണ്. മുമ്പെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു അനാവശ്യമായൊരു വിവാദം ഇതിൻ്റെ പേരിൽ ഉണ്ടായി എന്ന് മാത്രമേ അതിനെ നമ്മൾ കാണുന്നുള്ളൂ. ബസ് സ്റ്റാൻഡ് മൈതാനം വിട്ടു നൽകിയത് സ്വതന്ത്ര മുന്നണിയും LDFും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ ആരോപണം. കോൺഗ്രസ് നഗരസഭ ഭരണം അട്ടിമറിക്കാൻ ബോധപൂർവം വിവാദം സൃഷ്ടിച്ചെന്നാണ് UDF ഘടകകക്ഷികളുടെ നിലപാട്. നഗരസഭയിൽ പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ജില്ലാ സംസ്ഥാന നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. UDFിലെ തർക്കം നഗരസഭാ ഭരണത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.